ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കുറച്ച് സങ്കടങ്ങളൊക്കെ നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന്. കാരണം അഞ്ജലീനെ നമ്മുടെ അർജുന് കല്യാണം അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് ആലോചിച്ചപ്പോൾ രാഘവനുണ്ണിയുടെ മകനാണ് താനെന്നുള്ള സത്യം അവിടെ പറയാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം അല്ല ഇപ്പോൾ അർജുനുള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യം ഒന്നുമില്ല, ക്ഷമിക്കണം, അങ്ങനെ പറഞ്ഞിട്ട് വളരെ വേദനയോട് കൂടിയിട്ട് നമ്മുടെ അർജുൻ ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. അത് കണ്ടപ്പോൾ വളരെ അധികം വിഷമം തോന്നി. കാരണം ഇത് ആദ്യമേ തന്നെ ഒരു പക്ഷേ അർജുൻ അഞ്ജലിയോട് രാഘവനുണ്ണിയുടെ മകനാണ് താനെന്നുള്ള സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നത്തിൽ ഒരിക്കലും അർജുൻ വന്ന് ചാടുകയില്ലായിരുന്നു. എന്താണെങ്കിലും വളരെയധികം വിഷമത്തോടെയാണ് അർജുൻ അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയുടെ റിവ്യൂലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ പ്രൊമോയുടെ ആദ്യം തന്നെ കുറച്ച് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സീനുകളാണ് ഉണ്ടായിരുന്നത്. കാരണം കുറുപ്പിനോട് രാഘവനുണ്ണി പറയുകയാണ്, അർജുൻ കാവ്യ വിവാഹം കുറച്ചും കൂടി നീട്ടി വെച്ചാലോ, ഡേറ്റിലൊരു മാറ്റം വരുത്തിയാലോ എന്ന്. ഇത് കേൾക്കുമ്പോൾ കുറുപ്പ് ശരിക്കും ഞെട്ടിപ്പോകും. കാരണം കുറുപ്പ് അന്നേരം പറയുന്നുണ്ട്, വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു, മണ്ഡപം ബുക്ക് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ എങ്ങനെ മാറ്റം വരുത്താനാണ്, അതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെ കുറിപ്പ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രാഘവനുണ്ണി പറയുകയാണ്, ഒന്നും ശരിയായിട്ട് തോന്നുന്നില്ല, എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ, എന്തോ അങ്ങോട്ട് ഒരു കരയ്ക്ക് എത്തുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ ഒരു ചില പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുകയാണ് എന്ന് രാഘവനുണ്ണി പറയുകയാണ്. ഒരു പക്ഷേ രാഘവനുണ്ണിക്ക് ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, ഒന്നും അർജുൻ കാവ്യ വിവാഹം നടത്താൻ ശ്രമിച്ചാലും അതൊരു വലിയ പരാജയത്തിലേക്ക് എത്തുമോ, എന്തോ ചില കാര്യങ്ങളൊക്കെ താൻ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്ന ചിന്തയൊക്കെ ഒരു പക്ഷേ രാഘവനുണ്ണിക്ക് തോന്നിയിട്ടുണ്ടാകും കേട്ടോ, വക്കീൽ ബുദ്ധിയിൽ നിന്ന്. അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി നീട്ടി വെച്ചിട്ട് മതി എന്ന് രാഘവനുണ്ണി പറഞ്ഞത്. കുറിപ്പ് ഒരുപക്ഷെ അത് അംഗീകരിക്കുവാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് പ്രൊമോയുടെ ആദ്യം വന്ന സീന്. എന്താണെങ്കിലും ഏറ്റവും അവസാനമായിട്ട് പ്രൊമോയിൽ കാട്ടിയ സീൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ദൃക്സാക്ഷിയെ കണ്ടെത്തുവാനായിട്ടുള്ള ഓട്ടത്തിലാണ്. ദൃക്സാക്ഷി ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആരെ പിടിച്ചു കഴിഞ്ഞാൽ പത്മ കേസിൽ ദൃക്സാക്ഷി പറയും എന്ന് അഞ്ജലിക്ക് ഏകദേശം അറിയാം. അപ്പോൾ അയാളുടെ പെങ്ങളെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ജലി കൂട്ടുകാരെ. അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് അയാളെ കാണാനായിട്ട് അഞ്ജലി ചെല്ലുന്നു. അതുപോലെ പെങ്ങള് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അയാളുടെ മുഖത്തടിക്കുന്ന ഒരു സീനും പ്രൊമോയിൽ നമ്മൾ കണ്ടു കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ പ്രൊമോ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, ശുഭരാത്രി.